യുകെയിലെ കെയർ വിസയിലെത്തിയ ആലീസ് എന്ന പേരുള്ള ആലപ്പുഴക്കാരിയും കുടുംബവും അവർ ഇന്ന് നാട് കടത്തപ്പെടുകയാണ്. കാരണം അവരെ ഡിപ്പോർട്ട് ചെയ്യുകയാണ്. 13 ലക്ഷം മേടിച്ച് അവരെ ഇവിടെ കൊണ്ടുവന്ന ഏജന്റിന്റെ ഒരു വിജേഷ് എന്നാണ്. അദ്ദേഹം ഇപ്പം മുങ്ങിയിരിക്കുകയാണ്. ഇതുവരെ UK ഗവൺമെന്റ് 19,000 ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് പറയുന്നത്. കൂടുതൽ ആൾക്കാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇല്ലീഗലായിട്ട്, അതായത് സ്റ്റുഡൻറ് വിസയിലോ കെയർ വിസയിലോ ഒക്കെ വന്നിട്ട് ഇവിടെ ഇല്ലീഗലായിട്ട് തുടരുന്നവരെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല രീതിയിൽ ഇല്ലീഗലായിട്ട് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് പോകാത്തവർ അങ്ങനെയുള്ളവരൊക്കെ കണ്ടുപിടിച്ച് ഡീപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഊർജ്ജസ്വലമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളും ഡീപ്പോർട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ പൈസ കൊടുത്ത് ഇവിടെ എത്തുന്നവര് തിരികെ പോകാൻ പോലും പൈസ ഇല്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഇവിടെ തുടരുന്നവര് ഇവരൊക്കെ ഒരു പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഇവിടെ കാർ വാഷിലോ അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെയാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഫുൾ സാലറി, മിനിമം സാലറി കൊടുക്കുകയല്ല. മിനിമം സാലറി ചിലപ്പോൾ പകുതി സാലറിയൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ചൂഷണം ചെയ്താണ് ഇവരെ ഇവിടെ വളരെയധികം ചൂഷണത്തിന് വിധേയരാണ് ഇവിടെ അവർ ജോലി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ കയ്യിലെ പൈസ ഒന്നും മിച്ചം കാണുകയല്ല, ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തിരികെ നാട്ടിലേക്ക് പോകാൻ ഒരു പൈസ പോലും ഇല്ല. അവിടെ നിന്ന് 15 അതിൽ കൂടുതലൊക്കെ ലക്ഷങ്ങൾ ഏജൻസിക്ക് മുടക്കി വരുന്നവരാണ് ഇവര്. അപ്പോൾ ഇങ്ങനെയുള്ളവര് തിരികെ നാട്ടിൽ ചെന്നിരുമ്പോൾ ഒരു വൻ കടബാധ്യതയാണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ആലീസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇന്ന് തിരിച്ചു പോവുകയാണ്. അവർ ഇന്ന് തിരിച്ചു കയറ്റി വിടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ ആൾക്കാർ പിരിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയും ഇതുപോലെ ഒരു വലിയ ലിസ്റ്റ് ആൾക്കാരാണ് തിരിച്ചു പോകാൻ, അതായത് അവരെ തിരിച്ച് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതെന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും വളരെയധികം തട്ടിപ്പിനാണ് വിധേയരായിരിക്കുന്നത്. ഇങ്ങനെ ഏജൻസികൾ ഇവർക്ക് വളരെയധികം തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതായത് ഒരു കെയർ ഹോമിൽ തന്നെ ആവശ്യമില്ലാത്ത അത്ര ആൾക്കാരെ ഇങ്ങ് കൊണ്ടുവരികയാണ്. അപ്പോൾ അവരുടെ എല്ലാം പേരിൽ എത്രയോ 12-15 ഒക്കെ ലക്ഷങ്ങൾ രൂപ മേടിച്ച് അവരെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് കെയർ ഹോമും കൂടെ കൂടിയുള്ള ടൈപ്പിലാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. എന്നിട്ട് കിട്ടുന്ന പൈസ ഈ വിസയൊക്കെ എടുക്കാനുള്ള പൈസ അടച്ചിട്ട് ബാക്കിയുള്ളത് ഇവരെല്ലാവരും കൂടെ വീതിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ പണം മേടിച്ച് വളരെയധികം സമ്പന്നരായി, അതായത് അന്യായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നതാണ് ഈ സ്വത്ത്. അങ്ങനെ വളരെയധികം സമ്പന്നരായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷെ അത് മറ്റുള്ളവരുടെ കണ്ണീരാണ് അതിന് ബേസിക് ആയിട്ടുള്ളത് എന്നുള്ളത് വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ്. ഇതുപോലെ നമ്മുടെ ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതും എല്ലാം തപ്പിപ്പെറുക്കി കടവും മേടിച്ച് ഇവിടെ എത്തുന്ന ഈ ആൾക്കാരെ ഇതുപോലെ ചൂഷണം ചെയ്യുന്നത് നമുക്ക് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ പെരുമാറുന്നത് വളരെ കഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാർ തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അവർക്ക് ഇങ്ങനെയുള്ള ദുരവസ്ഥയാണ്. ഇപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പോലും മാർഗമില്ല. അവരുള്ള വസ്തു വരെ പണയത്തിലായിരിക്കും. ഇങ്ങനെയുള്ളൊരു വളരെയധികം ഒരു ദുർഘടമായ പ്രതിസന്ധിയിലാണ് അവരൊക്കെ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രോയിഡോണിൽ 2 മലയാളി ജീവനക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് അവിടുത്തെ ഒരു നേഴ്സിംഗ് ഹോമിന്റെ ലൈസൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഇവർ അന്വേഷിച്ചിട്ട് അതിൽ ശരിയായ രീതിയിലുള്ള നടത്തിപ്പെന്നുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് നഷ്ടപ്പെടും. അങ്ങനെ ലൈസൻസ് നഷ്ടപ്പെടുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ വിസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഇനി 2 ഡസനോളം മലയാളികളാണ് ജോലി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ എല്ലാം വിസ നഷ്ടപ്പെടും. ഇവരെല്ലാം തിരിച്ചു പോകേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഈ വിസ പുതുക്കണേ തന്നെ ഏജൻസികൾ ഇനിയും 10-14-15 ഒക്കെ ലക്ഷം രൂപ മേടിച്ചിട്ടാണ് വിസ പുതുക്കി കൊടുക്കുള്ളൂ. പക്ഷെ ഇനിയിപ്പോൾ ഇങ്ങനെ വളരെ ഊർജിതമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒത്തിരി ആൾക്കാരാണ് ഇപ്പോൾ ഏജൻസികളുടെ തന്നെ ഒരു തെറ്റായ ഒരു നടപടി കാരണം, അവരുടെ പൈസയ്ക്കുള്ള ആക്രാന്തം കാരണം ഇങ്ങനെ ഒത്തിരി പേരെ ആവശ്യമില്ലാത്തടത്തോട്ട് കൊണ്ടുവന്നിട്ട്, അതുപോലെ നല്ലതല്ലാത്ത സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് ഒത്തിരി പേരാണ് ഇപ്പം വീട്ടിലായിരിക്കുന്നത്. മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് എല്ലാം ഇവർ വളരെയധികം തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഡീപ്പോർട്ട് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പാസ്പോർട്ടിൽ ഇത് അടിച്ചു കൊടുക്കും, സ്റ്റാമ്പ് പതിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ 10 വർഷത്തേക്ക് വിദേശ യാത്ര ഒന്നും സാധ്യമാവുകയുമില്ല.
ഇപ്പോൾ ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങളുടെയാണ് പിന്നെ അന്വേഷണം വന്നു കഴിയുമ്പോൾ ലൈസൻസ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിവ് വരുന്നത്. അതുപോലെ തന്നെ കുറേ അധികം ആൾക്കാരെ ഇപ്പോൾ ഓൾറെഡി അറസ്റ്റിലായിട്ടുണ്ട്, അവരെയൊക്കെ ഡിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ബ്രിട്ടൻ കടന്നു പോകുന്നത്.